നോ, നെവർ. എന്റെ കേസ് വാദിക്കാനാണ് സ്വാമിക്ക് അയാളെ ചോദിച്ച ഫീസ് കൊടുത്ത് ഞാൻ വക്കാലത്ത് ഏൽപ്പിച്ചത്. പിന്നെ ആരുടെ സമ്മതത്തോടെയാണ് അയാൾ ഇങ്ങനെ ഒരു കടലാസ് ഉണ്ടാക്കി കൊടുത്തയച്ചത്? ഞാൻ പറഞ്ഞില്ല, 4-5 വർഷമായില്ലേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പിരിഞ്ഞു ജീവിക്കാൻ തുടങ്ങി. ഇതുവരെ നിങ്ങൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനീ ഡൈവോഴ്സ് കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു? ഓഹോ, സണ്ണിച്ചാനുള്ള പക്ഷം ചേർന്നു. കൊള്ളാം. ഇലയ്ക്കും പുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇതങ്ങ് അവസാനിച്ച ഇല്ല. ഇതങ്ങനെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല. അവസാനിപ്പിക്കാൻ നിങ്ങളെക്കാൾ മുമ്പ് ഞാൻ ശ്രമിച്ചതാ. ഒഴിഞ്ഞു മാറിയത് അവളാ. എ കോംപ്രമൈസ് ക്യാൻ ഓൺലി ബി എ ടെമ്പററി ക്യൂർ എന്നായിരുന്നു അവളുടെ മൊഴി. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നോ കോംപ്രമൈസ്. എന്റെ അമ്മയ്ക്ക് ഒരു അസുഖമില്ലായിരുന്നു. എന്റെ കുടുംബജീവിതം തകരുന്നത് കണ്ട് മനസ്സുകൊണ്ടാ അവർ മരിച്ചത്. അതിന് കാരണക്കാരി അവളാ. മറന്നിരിക്കുകയായിരുന്നില്ല. എന്നിട്ടിപ്പോ എന്നെ കുത്തുനോക്കാൻ വീണ്ടും ഇറങ്ങിയിരിക്കുക. മിസ്സിസ് സ്വാതി തമ്പുരാനാണ് അവൾ ഇപ്പോഴും. കോടതി അവൾക്ക് ഡൈവോഴ്സ് കൊടുക്കുന്നത് വരെ. അതെങ്കിലും അവൾ ഓർക്കണമായിരുന്നു. ഏതൊരു കോന്തരം കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിന്ന് കുഴഞ്ഞാടുന്നതിന് മുമ്പ്. ഏതായാലും രണ്ടാൾക്ക് ഒരു വഴി പോവാനാവില്ലെന്ന് അറിഞ്ഞു പിരിഞ്ഞു. അവളുടെ വഴിയിൽ അവൾ ഒരാളെ കണ്ടുമുട്ടി. നിന്റെ വഴിയിൽ നീയും ആരെങ്കിലും കണ്ടുമുട്ടും. അങ്ങനെ സമാധാനിച്ചതങ്ങ് തീർത്തൂടെ? ഇല്ല, ഇതങ്ങനെ എളുപ്പം തീരില്ല. അവള് മൂത്ത് നിറച്ച് കുഴിയിലോട്ട് കാലം നീട്ടിയിരുന്നാലും ഈ ഡൈവോഴ്സ് കിട്ടാതിരിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ നോക്കും. അതെന്റെ ഒരു വാശിയാണ്. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് അവള് വേറൊരുത്തനെയും കല്യാണം കഴിച്ച് അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട. ബ്രിഗേഡിയർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇക്കാര്യത്തിൽ വേണ്ടി വന്നത്. മേലുദ്യോഗസ്ഥനെ അനുസരിച്ചാൽ വേദനിക്കുന്ന ഒരു അച്ഛനെ സഹായിക്കാനാവും ശ്രമിച്ചതാണ്. ഈ കടലാസ് ഞാൻ തിരിച്ചു കൊണ്ടുവന്നില്ല. എന്നെങ്കിലും മനസ്സ് മാറിയാൽ ഇതൊന്ന് ഒപ്പിട്ടയക്കും. അല്ലേ കീറിക്കളെ. Yeah, Indra. No, it's different. The life we had and the life today. Yeah, right. My husband? He's fine. A little conservative. Either he has to change or I have to. Yeah. You know, marriage is always an adjustment. Hey, എനിക്ക് ഉടനെ ഒന്നും കുട്ടികൾ വേണ്ട. One sec. Thank you. ഓ, അതൊന്നും വേണ്ട കുഞ്ഞെ. എന്തിനാ എപ്പോഴെപ്പോഴും താങ്ക് യു? ഞാൻ ശീലിച്ചു പോയതല്ലേ കുറുപ്പങ്കൽ. Yeah, tell me. All those days are gone. My husband should not know all those things. I'll talk to you later. ആരാ? ഒരു ഫ്രണ്ടാ. കാറിന്റെ ഫ്രണ്ടോ ലോറിയുടെ ഫ്രണ്ടോ? ഇതിനൊന്നും പേരില്ലേ? ചോദിച്ചു കേട്ടില്ലേ? ഇന്ദിര. ഇന്ദിരാഗാന്ധിയാണോ? സ്വർഗത്തിൽ നിന്നാണോ വിളിച്ചത്? മിസ്സിസ് ഇന്ദിര അബ്ദുൽ ഖാദർ. കൊള്ളാം. ഏലിയാസ് മേനോൻ, മേരി തമ്പുരാട്ടി, ഹിസ് ഹൈനസ് അബ്ദുല്ല എന്നൊക്കെ പറയുന്ന പോലെ കള്ളം പറയുമ്പോൾ ആലോചിച്ച് വേണം പറയാൻ. യു ഷുഡ് നോട്ട് കോൺട്രഡിക്ട് യുവർ സെൽഫ്. എന്റെ കോളേജ് മേറ്റ് ആണ്. ഷീ ഈസ് മാരിഡ് ടു എ മുസ്ലിം. കേണൽ റോഡ്രിക്സിന് ഒരു പാർട്ടി വൈകിട്ടുണ്ട് പോലും. ക്ഷണിച്ചിട്ടുണ്ട്. വാട്ട് നോൺസെൻസ് ഇസ് ദിസ്? എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു ചെരുപ്പിട്ട് പൂജാമുറി കയറുന്നു? ഐ ആം സോറി. ഇംഗ്ലീഷിൽ ഒരു വാക്ക് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഡു എനി അട്രോസിറ്റീസ് ആൻഡ് സേ സോറി. കഴിഞ്ഞല്ലോ. ഞാനിത് വീട്ടിൽ മാത്രം ഉപയോഗിക്കുന്ന ചെരുപ്പല്ലേ. പുറത്തെ ചെളി ചവിട്ടി കെട്ടി കൊണ്ടുവരുന്നൊന്നുമില്ല. പിന്നെ ഇത് വീട്ടില് പൂജാമുറിയല്ലേ, അമ്പലമൊന്നല്ലല്ലോ. പള്ളിയിലൊക്കെ എല്ലാരും ചെരുപ്പിട്ടല്ലേ പോകുന്നത്. അവിടെ ഇരിക്കുന്നത് ഈശ്വരൻ തന്നെയല്ലേ. തർക്കിച്ച് തോൽപ്പിക്കാൻ നിൽക്കണ്ട. പറഞ്ഞതനുസരിച്ചാ മതി. പ്രാർത്ഥിക്കുന്ന സ്ഥലം ശുദ്ധവും വൃത്തിയും ഉണ്ടാവണം. ഇറ്റ് ഷുഡ് ബി ഹൈജീനിക്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. മിസ്സസ് വന്നില്ലേ? രവി, സ്വാതി സ്ക്വാഷ് കോർട്ടിൽ ക്യാപ്റ്റൻ സതീഷിനൊപ്പം സ്ക്വാഷ് കളിക്കുന്ന ഞാൻ കണ്ടു. മോഹൻ സർ, സ്വാതി സ്ക്വാഷ് കോർട്ടിൽ വേഗം തയ്യാറായി വരാൻ. യെസ് സർ. മാഡം, സാർ വേഗം വരാൻ പറഞ്ഞു. I'll come now. കുറച്ച് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു സാർ. ഞാൻ വിളിക്കുന്നു പറഞ്ഞില്ലേ? പറഞ്ഞു സാർ. എന്താ അപ്സെറ്റായി നിൽക്കുന്നത്? സ്വാതി ഇതുവരെ ഉണ്ടേ? എല്ലാവരും അന്വേഷിക്കുന്നല്ലേ? കളി ഇതുവരെ കഴിഞ്ഞില്ല. പാർട്ടി കഴിയാറായാലും അവൾക്ക് എല്ലാവരും കളിതമാശയാണ്. ഭർത്താവിന്റെ ഡിഗ്നിറ്റി അവൾക്കൊരു പ്രശ്നമല്ല. ആ അതാ വന്നല്ലോ. ഐ എം സോറി. ഡ്രസ്സിംഗ് റൂമിന്റെ താക്കോൽ കിട്ടാൻ വൈകി.
ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് പോയി. അപ്പോഴാ അറിഞ്ഞത് ഇവിടെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പോണമെന്ന്. ഇനി ആ കുഞ്ഞിനോട് ചെന്ന് വഴക്കിടണ്ട. കുറച്ചു നാൾ കഴിയുമ്പോൾ നമ്മുടെ ചെട്ടിമട്ടൊക്കെ പഠിച്ചോളും. ചെന്നും സമാധാനിപ്പിക്കേ. കുറിപ്പ് പറഞ്ഞറിഞ്ഞത് ഡോക്ടറെ അടുത്ത് പോയിന്ന്. ഉടനെ അമ്മയെ അറിയിക്കണം. എല്ലാം മറന്ന് അമ്മ വരും. ഇനി 3 മാസത്തേക്ക് സൂക്ഷിക്കണം. ദേഹാനങ്ങുന്ന പണിയൊന്നും ചെയ്യണ്ട. ഒരു പൂട്ടുണ്ടെങ്കിൽ ഇവിടെ ഇട്ട് പൂട്ടി വെച്ചോളൂ. ജയിലിൽ കിടക്കും പോലെ നേരത്തിനും കാലത്തിനും വാതിൽ തുറന്ന് ആഹാരം മാത്രം തന്നാ മതി. എന്റെ പിണക്കം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. I'm sorry. I said I'm sorry. Sorry, forgive me. I didn't mean it. കുറെ വാക്കുകൾ ഇംഗ്ലീഷിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് തോന്നിവാസം കാട്ടിയിട്ട് ആർക്കും എപ്പോഴും എടുത്ത് പ്രയോഗിച്ച് രക്ഷപ്പെടാനായിട്ട്. You do any atrocities, behave any which way you want, hurt anybody, and then say sorry. And as far as you're concerned, the story ends there. പിന്നെ ഞാൻ എന്ത് വേണം? 10 പേരെ വിളിച്ചു കൂട്ടി നിന്റെ കാലിൽ വീണ് സമസ്താപരാധം പറയണോ? വേണ്ട. എന്ത് ചെയ്താലും ഈ 4 ആളുടെ മുഖത്ത് 4 പേരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത വിധത്തിൽ നീ എന്നോട് പെരുമാറിയപ്പോ എനിക്കുണ്ടായ നാണക്കേട്, അതേപ്പറ്റി നീ ഇപ്പോഴും ആലോചിക്കുന്നില്ലല്ലോ. What did I do? വേണ്ട. Is it a mistake If that you are looking for an argument, I am not prepared for that. തെറ്റ് 2 പേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ വീട്ടിലൊരു നല്ല കാര്യം നടക്കാൻ പോവാണ്. അമ്മ വരും. എല്ലാം പറഞ്ഞത് മംഗളമായിട്ട് നടത്താൻ ശ്രമിക്കുന്ന നീയാണ്. പ്ലീസ് ഡു ദാറ്റ്. സ്വാതി, കഴിഞ്ഞതൊക്കെ അമ്മ മറന്നു. മോളെ, ഒരു കോവിലകത്ത് ജനിച്ചു വളർന്ന എനിക്ക് അവിടുത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും വിട്ട് ചിന്തിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ എതിർപ്പ് പറഞ്ഞത്. സാരമില്ല, എല്ലാം എനിക്ക് മനസ്സിലാവും. മക്കൾക്കൊരു ദോഷവും വരുതെന്നേ ഏതൊരമ്മയ്ക്കും മോഹമുള്ളൂ. അതേ എനിക്കും തോന്നിയുള്ളൂ. അതുകൊണ്ടാ കുറിപ്പ് ഇന്നലെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നത്. ഇപ്പോഴത്തെ പരിഷ്കാരങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ശീലിച്ച രീതി അനുസരിച്ച് 3-ാം മാസം തൊട്ട് പേരാലിന്റെ മുട്ട് പാൽ പൊടിച്ചിട്ട് കഴിക്കണം. പിന്നെ സാരസ്വതം നെയ് സേവിക്കണം. എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരും. ഇത് നോക്കൂ. ഇത് തറവാട്ടിൽ തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങളാണ്. താവഴിയിൽ ആദ്യം പിറക്കുന്ന കുഞ്ഞിനെ അണിയിക്കാൻ. ഇങ്ങോട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കും. ഇനി ഇതിന്റെ അവകാശം പിറക്കാനിരിക്കുന്ന എന്റെ പേരക്കുട്ടിക്കാണ്.